ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് നമുക്കെല്ലാവർക്കും അറിയാം, ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിങ്ങിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സിനെ പറ്റിയിട്ടാണ്. ബഡ്ജറ്റ്സ് പ്രധാനമായിട്ടും 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷൻസ്, ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം. അപ്പോൾ ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ബികോം കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ മാത്രമാണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് പഠിക്കേണ്ടത്. കാരണം 2 ടൈപ്പ് ബഡ്ജറ്റ്സ് ആണ് സാധാരണ പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുന്നത്. ഒന്ന് ക്യാഷ് ബഡ്ജറ്റും മറ്റൊന്ന് ഫ്ലെക്സിബിൾ ബഡ്ജറ്റും. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഒരു 15 മാർക്കിൻ്റെ അല്ലെങ്കിൽ വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബഡ്ജറ്റിംഗ് ആണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അത് ബികോം കുട്ടികൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് ക്യാഷ് ബഡ്ജറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതായിട്ട് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പറഞ്ഞു പോവുകയേ വേണ്ടൂ. അപ്പോൾ ഇനി ക്യാഷ് ബഡ്ജറ്റ് കഴിഞ്ഞ് നമുക്കിനി അടുത്ത ഒരു ബഡ്ജറ്റ് പഠിക്കാനുള്ള മാസ്റ്റർ ബഡ്ജറ്റാണ്. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റ്സും കൂടി ചേർത്തിട്ടാണ് ആ സ്ഥാപനത്തിൻ്റെ, ആ കമ്പനിയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്, ഒരു കമ്പനിക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കാം. ആ ഡിപ്പാർട്ട്മെൻറ്റ്സുകളൊക്കെ തരംതിരിക്കുന്നത് ഡിഫറെൻറ്റ് ഫങ്ഷൻ വൈസ് ആയിട്ടായിരിക്കാം. ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. ഇവർക്കെല്ലാവർക്കും തന്നെ ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ബഡ്ജറ്റ് ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ബഡ്ജറ്റുകളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയുടെ, ആ കമ്പനിയുടെ ടോട്ടൽ ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റ്സും കൂടി ചേർത്ത് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫൈനൽ ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ബഡ്ജറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2. ഫ്ലെക്സിബിലിറ്റി ബേസിൽ ബഡ്ജറ്റ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫിക്സഡ് ബഡ്ജറ്റും മറ്റൊന്ന് ഫ്ലെക്സിബിൾ ബഡ്ജറ്റും. ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫിക്സഡ് ബഡ്ജറ്റ്സ് അതിൻ്റെ ബഡ്ജറ്റിലൊരു മാറ്റവും വരില്ല, എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. എന്തൊക്കെ കണ്ടീഷൻസ് വന്നാലും, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും, എന്തൊക്കെ ആക്ടിവിറ്റി ലെവലിൽ ചേഞ്ച് വന്നാലും ഫിക്സഡ് ബഡ്ജറ്റ് ആ പേര് പറയുന്ന പോലെ തന്നെ ഫിക്സഡ് ആയിരിക്കും. ഇനി അടുത്ത് ഫ്ലെക്സിബിലിറ്റി ബഡ്ജറ്റാണ്. ഫ്ലെക്സിബിലിറ്റി ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഓൺ ദ ബേസ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ നടത്തുന്ന കപ്പാസിറ്റി ലെവലിൻ്റെ ബേസിൽ വ്യത്യാസം വരുന്ന, അല്ലെങ്കിൽ കപ്പാസിറ്റി ലെവല് വ്യത്യാസത്തിനനുസരിച്ച്, നമ്മുടെ ആക്ടിവിറ്റി ലെവലിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ദിവസം 1000 പെൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. 1000 പേന ഒരു ദിവസം ഉണ്ടാക്കും. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ കുറവ് കൊണ്ടോ എംപ്ലോയീസിൻ്റെ കുറവ് കൊണ്ടോ ഡിമാൻഡ് കുറവ് കൊണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ 1000 യൂണിറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കുറയ്ക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഒരു 800 യൂണിറ്റൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ വീണ്ടും പവർ കട്ടോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടി കുറയ്ക്കേണ്ടി വരും. അപ്പോൾ 600 യൂണിറ്റോ 800 യൂണിറ്റോ 1000 യൂണിറ്റൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1000 യൂണിറ്റിൽ നിന്ന് 800 യൂണിറ്റായിട്ട് കുറച്ചാൽ നമ്മുടെ ബഡ്ജറ്റിങ് എങ്ങനെയായിരിക്കും, 1000 യൂണിറ്റിൽ നിന്ന് 600 യൂണിറ്റായിട്ട് കുറച്ചാൽ എങ്ങനെയായിരിക്കും. അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് 600 യൂണിറ്റിലാണ്, അത് 800 യൂണിറ്റും 1000 യൂണിറ്റും ഒക്കെ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആക്ടിവിറ്റി ലെവല് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ബഡ്ജറ്റിംഗ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ കോസ്റ്റ്, എന്തായിരിക്കും അതിൻ്റെ പ്രോഫിറ്റ്. അങ്ങനെ ഡിഫറെൻ്റ് ആക്ടിവിറ്റി ലെവൽ അനുസരിച്ച് മാറ്റം വരുത്തുന്ന, അല്ലെങ്കിൽ മാറ്റം വരുത്താവുന്ന, അല്ലെങ്കിൽ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതും നമുക്ക് പ്രോബ്ലം പഠിക്കാല്ലേ, വളരെ വിശദമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കായിരുന്നു ബികോമിൽ. അത് പക്ഷേ ഇപ്പോൾ ബികോമിന് അത് പ്രോബ്ലമായിട്ട് പഠിക്കാനില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ZBB ആണ്. ZBB, സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ആ പേര് പറയുന്ന പോലെ തന്നെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് സീറോ ബേസിൽ നിന്ന് തുടങ്ങുന്ന ബഡ്ജറ്റിംഗ് ആണ്. അതായത് മറ്റ് ബേസുകളൊന്നുമില്ലാതെ. ഫോർ എക്സാമ്പിൾ,
നമുക്കിപ്പോൾ പറയാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 5 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് 5 രൂപ വരുന്നത്? 5 രൂപ വരുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഉണ്ടാക്കിയിരുന്നത് 4 രൂപയ്ക്കാണ്. ഈ വർഷത്തേക്ക് മെറ്റീരിയൽസിന് ചെറിയ ഇൻക്രീസ് ഉണ്ട്, ലേബറിന് ചെറിയ ഇൻക്രീസ് ഉണ്ട്. അങ്ങനെ രണ്ടും കൂടി 1 രൂപ ഇൻക്രീസ് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് 5 രൂപ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ 5 രൂപ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ഇപ്പോഴത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1 രൂപയുള്ളൂ. ബാക്കി 4 രൂപ എന്ന് പറയുന്നത് പഴയ കണക്കാണ്, ഓൾഡ് ബേസാണ്. ഓൾഡ് ബേസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ചേഞ്ചസ് അപ്ലൈ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് സാധാരണ ബഡ്ജറ്റിംഗ്, ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് അല്ലേ. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വർഷം നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കി, ഈ വർഷം നമ്മൾ പ്രോസസ്സിങ് നടത്തി, പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി, സെയിൽ നടത്തിയൊക്കെ കഴിഞ്ഞു. അടുത്ത വർഷം നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്താണെന്ന് എങ്ങനെയാണ് കാണുന്നത്? ഒരു പുതിയ ബഡ്ജറ്റിംഗ് നമ്മൾ തുടങ്ങുന്നു. എങ്ങനെയാണ് പുതിയ ബഡ്ജറ്റിംഗ് തുടങ്ങുക? ഓരോന്നും ഒന്നിൽ നിന്ന് തുടങ്ങുക, അല്ലെങ്കിൽ സീറോയിൽ നിന്ന് തുടങ്ങുക. എന്താണ്? ഒരു പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽസിന് എന്ത് കോസ്റ്റ് വരും, ലേബറിന് എന്ത് കോസ്റ്റ് വരും, ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര വരും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്ര വരും, അങ്ങനെ ടോട്ടൽ കോസ്റ്റ് എത്ര വരും, പ്രോഫിറ്റ് എത്രയായിരിക്കും വേണ്ടത് നമുക്ക്. അങ്ങനെ എല്ലാം തന്നെ സീറോയിൽ നിന്ന് പുതിയതായിട്ട് ഒരു ബേസും നമ്മൾ കൺസിഡർ ചെയ്യാതെ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റിങ്ങിനെയാണ് എന്തായിട്ട് പറയുന്നത്? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ZBB എന്നുള്ള ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് ഈസ് എ ബഡ്ജറ്റ് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം സീറോ ബേസ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഫിഗേഴ്സ് ഓഫ് പ്രീവിയസ് ബഡ്ജറ്റ്സ് ആസ് ഇൻ ദ കേസ് ഓഫ് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ്. ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ പഴയ ഫിഗേഴ്സ് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പോലെ പഴയ ഫിഗേഴ്സ് ഉപയോഗിക്കാതെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീറോ ബേസ്ഡ് ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ZBB എന്ന് പറയുന്നത്. ദെൻ ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഈസ് സീറോ. എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റി ആണെങ്കിലും, റേറ്റ് ആണെങ്കിലും, എമൗണ്ട് ആണെങ്കിലും, പുതിയ ഒരു കാര്യം മെഷർമെൻ്റ് ആണെങ്കിലും എല്ലാം തന്നെ സീറോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ബഡ്ജറ്റ് ഫോർ ഈച്ച് പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം നിൽ. ഓരോ പീരീഡും നില്ലിൽ നിന്നാണ്. തുടക്കമെന്ന് പറയുന്ന ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓർ സ്ക്രാച്ച് ആൻഡ് പ്രിപ്പയർഡ് ആസ് ഇഫ് ഇറ്റ് വെയർ എ ഫ്രഷ് ബഡ്ജറ്റ്. ഒരു ഫ്രഷ് ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കാം അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്നു. ദസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ബഡ്ജറ്റ്സ് കോസ്റ്റ്, പഴയ ബഡ്ജറ്റ് കോസ്റ്റിനെ വെച്ച് പുതിയത് പ്രിപ്പയർ ചെയ്യാതെ ZBB prepares them on the basis of the budgeted activities which have been approved as desirable. നമ്മൾ എന്ത് ചെയ്യുക? പുതിയതായിട്ട് ബഡ്ജറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് അനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മറ്റെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് കോസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പുതിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പുതിയതായിട്ട് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പുതിയതായിട്ട് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. Zero based budgeting was first introduced at Texas Instruments Corporation in USA in 1969 by Peter A. Fear. പീറ്റർ എ ഫിയർ എന്ന് പറയുന്ന ആൾ 1969 അമേരിക്കയിലെ ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സ് കോർപ്പറേഷൻ എന്നുള്ള സ്ഥാപനത്തിലാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ളൊരു ബഡ്ജറ്റിംഗ് തന്നെയാണത്. ദിസ് ടെക്നീക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബഡ്ജറ്റിംഗ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ജോർജിയ ഇൻ 1970 ബൈ മിസ്റ്റർ ജിമ്മി കാർട്ടർ. 1970 ജിമ്മി കാർട്ടർ അവിടെ തന്നെ ജോർജിയയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹു വാസ് ദെൻ ദ ഗവർണർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഇൻ 1987. അപ്പോൾ 1970 എന്താണ് ജോർജിയ സ്റ്റേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജിമ്മി കാർട്ടർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1987 ജിമ്മി കാർട്ടർ എന്താണ് ഗവർണർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ഗവർണറായിട്ട് അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ പ്രസിഡൻറ്റ് ഓഫ് USA ഇൻട്രൊഡ്യൂസ്ഡ് ZBB ഇൻ ദ ഗവൺമെൻറ് ബഡ്ജറ്റിംഗ് ഓഫ് USA. ഇത്രയും സമയത്ത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ മുമ്പ് തന്നെ USA പോലെയുള്ള സ്ഥലങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റമാണ്. അണ്ടർ ZBB എവറി ഫങ്ഷൻ, പ്രോജക്റ്റ് ഓർ ആക്ടിവിറ്റി മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ഫോർ ഇറ്റ്സ് ഇൻക്ലൂഷൻ ഇൻ ദ ബഡ്ജറ്റ് ഓഫ് എ ന്യൂ പീരീഡ്. അതായത് ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും?
ഓരോ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യും, ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ഉഴുന്നുവട ഉണ്ടാക്കുകയാണ് ഒരു ഹോട്ടലിൽ അല്ലേ, അതിൻ്റെ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രീവിയസ് ആയിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ കാൽക്കുലേഷൻസ് നടത്തുന്നത് അല്ലേ. ZBB എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതുണ്ടാക്കാൻ വേണ്ടി വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റി ആയാലും ഫങ്ഷൻസ് ആയാലും പ്രൊജക്റ്റുകളായാലും എല്ലാം പുതിയതായിട്ട് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. മനസ്സിലായല്ലോ. ദസ് ഇറ്റ് ബിക്കംസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മാനേജർ ടു ജസ്റ്റിഫൈ വൈ ദ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇൻക്ലൂഡഡ്. അപ്പോൾ അവിടെ പുതിയൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് HODസും മാനേജറൊക്കെ അത് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. എന്താണ് ഇത്ര രൂപ എക്സ്പെൻസ് വരാനുള്ള കാരണമെന്ന് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. An activity will not be involved in the budget simply because it was a part of the previous budget. നേരത്തെ ബഡ്ജറ്റിലുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നോ നേരത്തെ ബഡ്ജറ്റിലുള്ള ഒരു എമൗണ്ട് ആണെന്നോ പറഞ്ഞ് ഒരിക്കലും വളരെ ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാൻ ഒരു ആക്ടിവിറ്റിയോ ഒരു എമൗണ്ടിനോ സാധിക്കില്ല. ZBB ഇൻവോൾവ്സ് എ ചോയ്സ് എമംഗ് സെവറൽ ഓൾട്ടർനേറ്റീവ്സ് അല്ലേ. ZBB എന്ന് പറയുന്നത് എന്താ, പല ഓൾട്ടർനേറ്റീവ്സിൻ്റെ ഒരു ചോയ്സാണ്, ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ആക്ടിവിറ്റീസ് ആർ റാങ്ക്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഇമ്പോർട്ടൻസ്. അതിനെ റാങ്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ZBBയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ദെർഫോർ ZBB ഈസ് ഓൾസോ കോൾഡ് പ്രയോറിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അപ്പോൾ ZBBനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, പ്രയോറിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്നുകൂടി ZBBയെ വിളിക്കുന്നു. അപ്പോൾ ഈ ZBBയുടെ പ്രത്യേകത എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൊരുക്കും കൂടാതെ അല്ലെങ്കിൽ എന്താണ്, പഴയ ഒരു കാര്യവും ഇല്ലാതെ പഴയ ഒരു കാര്യം എടുക്കാതെ പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ മാത്രമല്ല എന്തായിട്ടാണെങ്കിലും അതിൻ്റെ പുതിയ ഒരു ഫോർമാറ്റിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ZBB. എളുപ്പമല്ല, നമ്മൾ പറയുന്ന എളുപ്പമില്ല അതിന് കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് സീറോയിൽ നിന്ന് തുടങ്ങുന്ന കാരണം കൊണ്ടാണ് അതിനെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ZBB എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് ഡെഫിനേഷൻ ഓഫ് ZBB നോക്കാം. സാധാരണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ഡിഫൈൻ ZBB. അപ്പോൾ ഡിഫൈൻ ZBB എന്നുള്ളതിന് നമ്മൾ ZBB ഈസ് എന്താണ്, ബഡ്ജറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട്സ് ഫ്രം സീറോ ആൻഡ് വിത്തൗട്ട് എനി പ്രീവിയസ് റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ അതിൻ്റെ ആൻസർ നമുക്ക് 2 മാർക്ക് കിട്ടില്ല. ചിലപ്പോൾ ഒരു 1/2 മാർക്ക് കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 0 ആണ് കിട്ടുള്ളൂ. മനസ്സിലായല്ലോ. കാരണം ഡിഫൈൻ ZBB എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഡെഫിനേഷൻ തന്നെ എഴുതണം. അതിനിപ്പോൾ ടെക്സ്റ്റിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ, അത് പഠിച്ചു വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. ZBBയുടെ ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്, കുട്ടികൾ പഠിക്കുക. ZBB has been defined as a method of budgeting whereby all activities are re-evaluated each time budget is set. വളരെ സിമ്പിളാണ്. എന്താണ്, എല്ലാ ആക്ടിവിറ്റീസും റീഇവാലുവേറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം വീണ്ടും ഇവാലുവേറ്റ് ചെയ്യുന്നു, 1ൽ നിന്ന് തുടങ്ങുന്നു അല്ലെങ്കിൽ 0യിൽ നിന്ന് തുടങ്ങുന്നു. മനസ്സിലായല്ലോ. ഡിസ്ക്രീറ്റ് ലെവൽസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി ആർ വാല്യൂഡ് ആൻഡ് എ കോമ്പിനേഷൻ ഓഫ് ചൂസൺ ടു മാച്ച് ഫണ്ട്സ് അവൈലബിൾ. ഡിസ്ക്രീറ്റ് ലെവലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. ഇതിലെന്ത് ചെയ്യുന്നു, ഫണ്ട് അവൈലബിളിനായിട്ട് അത് മാച്ച് ചെയ്യുന്നു അല്ലേ. ഫണ്ട് അവൈലബിളിനായിട്ട് മാച്ച് ചെയ്യാതെ അത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ കൂടി നമ്മൾ കണക്കിലെടുക്കുന്നു. ദെൻ CIMA. അപ്പോൾ CIMAയുടെ ഡെഫിനേഷനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് പഠിക്കുക, വേറെ നിവൃത്തിയില്ല, ഇതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഇനി നമുക്ക് ZBBയുടെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ZBB വർക്കൗട്ട് ചെയ്യുന്നത്. 1. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് വേണ്ടത് എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കുന്നു. അപ്പം ടാറ്റ ആദ്യം എന്ത് ചെയ്തു, നാനോ കാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 1,00,000 രൂപയ്ക്ക് ഒരു കാർ എന്നാണ് അല്ലേ. ആ സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതവർ കുറച്ചുകൂടി നീട്ടി വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് 1,00,000 രൂപയ്ക്ക് ഒരു കാർ ഇറക്കാൻ പറ്റും എന്നവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഒരു ബഡ്ജറ്റിംഗ് നടത്തിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. 2. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ യൂണിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രോജക്ട്സ് ഓർ ഫങ്ഷൻസ്. നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കേണ്ട യൂണിറ്റുകളെ കണ്ടെത്തുക. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, എത്ര പ്രോജക്റ്റുകളാണ്, എത്ര ഫങ്ഷൻസാണ് അവിടെ ഉള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക.
ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള യൂണിറ്റുകൾ കൃത്യമായിട്ട് കണ്ടെത്തുക. 3 സ്പ്ലിറ്റിംഗ് ഓഫ് ഡിസിഷൻ യൂണിറ്റ്സ് ഇൻ ടു ഡിസിഷൻ പാക്കേജസ്. ഡിസിഷൻ യൂണിറ്റിനെ ഡിസിഷൻ പാക്കേജുകളായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓരോന്നും ഓരോ പാക്കേജുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. എ ഡിസിഷൻ പാക്കേജ് ഈസ് എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓഫ് എ ഡിസിഷൻ യൂണിറ്റ് വിത്ത് കോസ്റ്റ്, ബെനിഫിറ്റ്സ് ആൻഡ് ഓൾട്ടർനേറ്റീവ് അവൈലബിൾ. അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ? ഡിസിഷൻ യൂണിറ്റുകളെ ഡിസിഷൻ പാക്കേജുകളായിട്ട് മാറ്റുക എന്ന് പറയുന്നത് ഡിസിഷൻ യൂണിറ്റുകൾക്ക് വരുന്ന കോസ്റ്റുകൾ, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് പ്ലാൻസ്, എന്ത് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസിഷൻ ഒഴിവാക്കുകയാണെങ്കിൽ വേറൊരു ഡിസിഷൻ എന്താണ്, അല്ലേ? ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്നാലാണ് നമുക്ക് പെട്ടെന്ന് പ്രയോറിറ്റി റാങ്കിങ് നടത്തി അതിൽ നിന്ന് എടുക്കാൻ സാധിക്കുള്ളൂ. 4 റാങ്കിങ് ഓഫ് ഡിസിഷൻ പാക്കേജസ് ഇൻ ദ ഓർഡർ ഓഫ് പ്രയോറിറ്റി. ഇനി എന്ത് ചെയ്യാം, ഈ ഡിസിഷൻ പാക്കേജുകളെ എന്താണ് പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് റാങ്ക് ചെയ്യാം, കൃത്യമായിട്ട് റാങ്കിങ് നടത്തുക. 5 അലോട്ട്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ടു ഡിസിഷൻ യൂണിറ്റ്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. ഇനി എന്ത് ചെയ്യുക, ഈ ഡിസിഷൻ യൂണിറ്റിനൊക്കെ എന്ത് ചെയ്യുക, ഫണ്ടുകൾ അലോട്ട് ചെയ്യാം. ഫണ്ടുകൾ അലോട്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ZBB എന്ന് പറയുന്നത്. അത് കുട്ടികൾ പഠിച്ചു വയ്ക്കുക. 1 ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. 2 നമ്മൾ വർക്ക് ചെയ്യേണ്ട ഡിസിഷൻസ് എടുക്കേണ്ടുന്ന യൂണിറ്റുകൾ കണ്ടെത്തുക. 3 യൂണിറ്റുകളെ പാക്കേജുകളായിട്ട് ഡിസിഷൻ പാക്കേജുകളായിട്ട് മാറ്റുക. 4 അവരുടെ എന്ത് ചെയ്യുക, അവരുടെ പ്രയോറിറ്റി റാങ്കിങ് നടത്തുക. ഏത് ആദ്യം എടുക്കണം, ഏത് അവസാനം എടുക്കണം എന്നുള്ള പ്രയോറിറ്റി റാങ്കിങ് നടത്തുക. 5 അതിലേക്ക് ഫണ്ട് അലോട്ട് ചെയ്ത് അതിനെ ബഡ്ജറ്റായിട്ട് മാറ്റുക. ഇത്രയും കാര്യങ്ങളാണ് ZBBയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ZBBയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് എൻഷുവേഴ്സ് ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആസ് ആക്ടിവിറ്റീസ് ആർ ചോസൺ ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇതിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നടക്കും. നമ്മൾ ഒരു മെറ്റീരിയൽ ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, മറ്റ് എക്സ്പെൻസുകളായിക്കോട്ടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മളിവിടെ കൃത്യമായിട്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ടാണ് ഓരോ ഐറ്റവും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓരോ ഐറ്റവും അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് എഫക്റ്റ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അലോക്കേറ്റഡ് റിസോഴ്സസ് അവിടെ സാധ്യമാവുന്നു. 2 ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് പാസ്റ്റ് ഇൻഎഫിഷ്യൻസീസ് ആർ നോട്ട് ക്യാരിഡ് ഫോർവേഡ്. ഇവിടെ പാസ്റ്റ് ഇൻഎഫിഷ്യൻസീസ് എന്ന് പറയുന്നതാണ് പാസ്റ്റിലത്തെ ഒരു കാര്യങ്ങളും. പാസ്റ്റ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് പല ഇഷ്യൂസ് നമ്മുടെ എന്താണ് മുൻപുണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ പുവർ വർക്ക്മാൻഷിപ്പ് ആയിരിക്കാം, പുവർ റോൾ ഓഫ് റോ മെറ്റീരിയൽസ് ആയിരിക്കാം. അങ്ങനെ പല കാരണം കൊണ്ട് മോശമായിട്ടുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം മുൻപ് വർക്ക് മോശമായിട്ടുണ്ട്, അല്ലെങ്കിൽ റേറ്റ് കൂടാനുള്ള ഒരു കാരണം അതൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഇൻഎഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഒഴിവാക്കാൻ സാധിക്കുന്നു. ഒരു പ്രീവിയസ് റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. ഇറ്റ് പ്രൊമോട്ട്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആസ് മാനേജേഴ്സ് ആർ റിക്വയർഡ് ടു ജസ്റ്റിഫൈ ദെയർ ആക്ടിവിറ്റീസ്. മാനേജേഴ്സിന് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവർ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. കാരണം എന്താണ് കോസ്റ്റ് വരാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യും, അവർ വളരെ എക്സ്ട്രാ എഫിഷ്യൻ്റായിട്ട് അവരെന്ത് ചെയ്യും, വർക്ക് ചെയ്യേണ്ടി വരും. അവർക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി അവരുടെ ഹൈ ആയിരിക്കും. കാരണം അവർ ഹൈ ആയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. ഇറ്റ് എൻഷുവേഴ്സ് കെയർഫുൾ പ്ലാനിങ് ബിഫോർ ദ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ്. കെയർഫുൾ പ്ലാനിങ് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബേസ് നമ്മൾ എടുക്കാതെയാണ് പുതിയത് ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ പുതിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പാളിച്ച പോലും വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള വളരെ കെയർഫുള്ളായിട്ടുള്ള പ്ലാനിങ് അതിൻ്റെ ബാക്കിലുണ്ടായിരിക്കണം. 5ാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഐഡൻറ്റിഫൈ ഇൻഎഫിഷ്യൻ്റ് ആക്ടിവിറ്റീസ് ആൻഡ് അവോയ്ഡ്സ് വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, നമ്മൾ പുതിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ മുൻപ് ചെയ്തിരുന്ന ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. 6, ഇറ്റ് കൺസിഡേഴ്സ് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് പെർഫോമിങ് എ ജോബ് ആൻഡ് സെലക്ട് ദി ബെസ്റ്റ്. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പ്രയോറിറ്റീസ് നമ്മുടെ കയ്യിലുണ്ടാവും. ആ പ്രയോറിറ്റീസ് കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയാം
ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ വേറെ ഓൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി നമുക്ക് സെലക്ട് ചെയ്യാനുണ്ടാകും. അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. 7ാമത്തെ പോയിൻ്റാണ് ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജേഴ്സ് ഇൻ ദ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. അത് എന്ത് ചെയ്യുന്നു? ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജേഴ്സ് ഉറപ്പുവരുത്തുന്നു. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ഗവൺമെൻറ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇത് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്, ലിമിറ്റേഷൻസ് ഓഫ് ZBB ആണ്. ദ സിസ്റ്റം ഇൻവോൾവ്സ് ഹൈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാം സീറോയിൽ നിന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും, ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈ കോസ്റ്റ് നമുക്ക് വേണ്ടി വരും. എംപ്ലോയീസ് വേണ്ടി വരും, അല്ലേ? അതിനുള്ള ഒഫീഷ്യൽസ് വേണ്ടി വരും. അത് വലിയൊരു ചെറിയ സ്ഥാപനമാണെങ്കിൽ അത് ഒരു എളുപ്പമുള്ള കാര്യമില്ല. വലിയ സ്ഥാപനമാണെങ്കിൽ ഓക്കെ. 2, ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് പേപ്പർ വർക്ക്, അല്ലേ? നമ്മൾ ഇന്നലെ വരെ നന്നായിട്ട് ചെയ്തിരുന്ന ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ പണിതാലും മതി, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് വെച്ച് പുതിയ ബഡ്ജറ്റ് ഉണ്ടാക്കിയാലും മതി, അല്ലേ? എല്ലാ പ്രാവശ്യവും പുതിയ സീറോയിൽ നിന്ന് തുടങ്ങുന്നൊരു ബഡ്ജറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വർക്കും അതുപോലെ തന്നെ എഫേർട്ടൊക്കെ ഭയങ്കര വലിയൊരു എഫേർട്ട് എടുക്കണം, അല്ലേ? ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഒരു വീട് പണിയുന്നതിന് സ്ക്വയർ ഫീറ്റിന് എന്താണ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർ പറയും, അല്ലേ? അത് അദ്ദേഹം ഇപ്പോൾ ഒരു സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും അതുപോലെ തന്നെ കല്ലിൻ്റെയൊക്കെ വില നോക്കിയിട്ട് പറയുന്നതല്ല, നേരത്തെയുള്ള വിലയിൽ നിന്ന് വന്നിട്ടുള്ള വ്യത്യാസം വരുത്തി നോക്കിയിട്ട് പറയും, അല്ലേ? ഇപ്പോൾ ഒരു സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പല വ്യത്യാസങ്ങളും വരാം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയൊരു എഫേർട്ടുള്ളൊരു പേപ്പർ വർക്കും വേണം, ഒരുപാട് എഫേർട്സും എടുക്കേണ്ട ഒരു ജോലിയാണ്. 3, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ഓരോ പ്രാവശ്യം പുതിയതായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അതിനു വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും, അല്ലേ? നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് അല്ല, മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് അല്ല, ബിസിനസ്സാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷനാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ടൈം കൺസ്യൂമിങ് ആണ്. 4, റാങ്കിങ് ഓഫ് ഡിസിഷൻ പാക്കേജസ് മേ ബി സബ്ജക്റ്റീവ് ആൻഡ് മേ ലീഡ് ടു കോൺഫ്ലിക്റ്റ്. ഇനി നമ്മൾ റാങ്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ചിലപ്പോൾ സബ്ജക്റ്റീവ് ആവും. അപ്പോൾ സബ്ജക്റ്റീവ് ആകുമ്പോൾ എൻ്റെ പ്രൊജക്റ്റ് എടുത്തില്ല, അല്ലെങ്കിൽ എൻ്റെ യൂണിറ്റ് പരിഗണിച്ചില്ല, എൻ്റെ യൂണിറ്റ് പരിഗണിച്ചു എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ വരും, കോൺഫ്ലിക്റ്റുകൾ വരും, തർക്കങ്ങൾ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത്. 5, ഇറ്റ് ഗീവ്സ് മോർ എംഫസിസ് ഓൺ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് റാദർ ദാൻ ലോങ് ടേം ബെനിഫിറ്റ്സ്. അതിൽ കൂടുതലും നമുക്കൊരു ലോങ് ടേം ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അല്ലേ. ഒരു ബഡ്ജറ്റിൻ്റെ കാലാവധി പരമാവധി ഒരു വർഷമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലേ ഉണ്ടാവുള്ളൂ. ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ലോങ് ടൈം പെർഫോമൻസ് ഇതിൽ നിന്ന് സാധ്യമല്ല. 6, സക്സസ്ഫുൾ ഓപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം റിക്വയർസ് പ്രോപ്പർ ട്രെയിനിങ് ടു ദ മാനേജേഴ്സ്. നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ZBB വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് ടു ദ മാനേജേഴ്സ് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ZBB ഉള്ളത്. ഇത്രയാണ് നമ്മുടെ ബഡ്ജറ്റിംഗ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ബഡ്ജറ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ക്യാഷ് ബഡ്ജറ്റ്. പിന്നെ വരാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ചിലപ്പോൾ വരാം. പിന്നെ വരാവുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ഇതിൽ നിന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. ക്യാഷ് ബഡ്ജറ്റ് ഒരുപാട് തവണ essay ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ZBB എന്താണെന്നും അഡ്വാൻറ്റേജ് എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് 4 മാർക്കിൻ്റെയും ചോദിക്കാറുണ്ട്, 2 മാർക്കിൻ്റെയും ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിനാണ്. ZBB എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിനാണ്. അപ്പോൾ കുട്ടികൾ ZBB എന്താണെന്നും എന്താണ് അതിൻ്റെ കണ്ടൻ്റ് എന്നും എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്താണെന്നും ഒന്ന് പഠിച്ചു വയ്ക്കുക. അത് പഠിക്കാൻ അതിന് മാത്രം സമയം വേണ്ട. ZBB എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും അത് പഠിക്കാനും പറ്റും. പിന്നെ അത് വീണ്ടും വീണ്ടും പഠിച്ച് സമയം കളയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് നന്നായിട്ട് കുട്ടികൾ ഒരു essayക്ക് പ്രതീക്ഷിച്ചിട്ട് പഠിക്കുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്യാഷ് ബഡ്ജറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു കുട്ടിക്ക് മനസ്സിലാവായക ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വരരുത് എന്ന് വിചാരിച്ചിട്ട് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതിലൊരു ഷോർട്ടേജ് വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും തന്നെ ക്യാഷ് ബഡ്ജറ്റ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ ZBB പഠിക്കുക. തിയറി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ കിടക്കാനുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. വലിയ വൈഡായിട്ടുള്ള വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. പക്ഷെ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് തിയറി ഓൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിയറി ഓൺലിയാണ്, പ്രോബ്ലം അതിൽ നിന്ന് പഠിക്കാനില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. PGക്കൊക്കെ പഠിക്കാനുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങൾ വരെ നമുക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ സിലബസിന് മുൻപ് വരെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന് പ്രോബ്ലംസൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകൾ ഈ സിലബസ് മാറിയതിന് ശേഷം സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്ന് പ്രോബ്ലംസ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. തിയറി മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം നോക്കാം നമുക്ക്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് ഹാസ് ഇവോൾവ്ഡ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വന്നിട്ടുള്ളത് തന്നെ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക്ക് ഇൻ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിൽ കോസ്റ്റ് വന്നതിന് ശേഷം, ഒരു എക്സ്പെൻസ് വന്നതിന് ശേഷം അതിനെപ്പറ്റി ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. ബീയിങ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഈസ് ഓഫ് ലിറ്റിൽ യൂസ് ഇൻ കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോളിൽ വളരെ ചുരുങ്ങിയ ഒരു റോള് മാത്രമാണ് ആർക്കുള്ളൂ, ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിലുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസൊക്കെ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് എവിടേക്ക് പോകാൻ, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലേക്ക് പോകാൻ. അപ്പോൾ ഞാനത് സ്ലൈഡിലൊന്നും അത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, കാരണം അത് ക്വസ്റ്റ്യനായിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും, അതും വളരെ റെയറാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും നമുക്കത് പറയാതെ മറ്റേലേക്ക് പോകാൻ സാധിക്കില്ല. അണ്ടർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് മോസ്റ്റ് ഓഫ് ദ കോസ്റ്റ് ഡാറ്റ ആർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദേ ഹാവ് ലോസ്റ്റ് ദെയർ യൂട്ടിലിറ്റി ഫോർ ഡെസിഷൻ മേക്കിംഗ്. ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അത് ഓൾറെഡി വന്നിട്ടുള്ള ഡാറ്റാസാണ്, ഓൾറെഡി ചിലവായിട്ടുള്ള ഡാറ്റാസാണ്. ഇനി ചിലപ്പോൾ അത് ചിലവായി കഴിഞ്ഞുള്ള ഡാറ്റയാണ്, അത് തീരെ റിലവൻ്റ് ആവില്ല, ഇപ്പോഴത്തെ സന്ദർഭത്തിൽ തീരെ ആവശ്യമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നോക്കാം നമുക്ക്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അല്ല, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിൻ്റെ. കാരണം അതിൻ്റെ ഡ്രോബാക്സിൽ നിന്നാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലേ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വരുന്നത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബഡ്ജറ്റിങ്ങിനൊക്കെ എടുക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി എ പോസ്റ്റ്മോർട്ടം അനാലിസിസ് അല്ലേ. പോസ്റ്റ്മോർട്ടം അനാലിസിസ് മാത്രമാണ്, ഡിസിഷൻ മേക്കിങ്ങിന് അത് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ യാർഡ് സ്റ്റിക്ക്, ഒരു അളവുകോലാക്കിയിട്ട് നമുക്ക് ആക്ച്വൽ പെർഫോമൻസിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസിൻ്റെ ഒരു മെഷർമെൻ്റായിട്ട്, അളവുകോലായിട്ട് നമുക്ക് ഒരിക്കലും അതിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ പ്രൈസ് ഫിക്സേഷൻ, നമുക്ക് വില നിർണ്ണയിക്കാനോ കോസ്റ്റ് കൺട്രോളിനോ ഒന്നും തന്നെ സാധിക്കില്ല. ഇറ്റ് ഡസ് നോട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അണേബിൾ ടു പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ ഫ്യൂച്ചർ പ്ലാനിങ്. ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺസ് ഫോർ വേരിയേഷൻസ് ഇൻ കോസ്റ്റ്, നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ഗൈഡ് ചെയ്യാനോ നമ്മുടെ വേരിയേഷൻസ്, നമ്മുടെ റീസൺസ് ഫോർ വേരിയേഷൻസ്, കോസ്റ്റ് വേരിയേഷൻ മനസ്സിലാക്കാനോ ഒന്നും തന്നെ സാധ്യമല്ല. എന്തുകൊണ്ട്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് കൊണ്ട്. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് ടു ഓവർകം ദീസ് ലിമിറ്റേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ദാറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇനീഷ്യലി ഇൻ ദ USA ആൻഡ് UK ആൻഡ് ലേറ്റർ ഇൻ അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഈ ഒരു പ്രശ്നം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിൻ്റെ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യപടിയായിട്ട് USA-ലും അതിനുശേഷം UK-ലും പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ച് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് നടത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ
കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം മാനേജ്മെൻറ്റ്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എഫിഷ്യൻ്റ് ഓപ്പറേഷൻ ആൻഡ് റിലവൻറ്റ് നെസസറി എക്സ്പെൻഡിച്ചർ. എന്താണ് നമുക്കതിനെ, ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ഡെഫിനേഷൻ. ഇത് പഠിക്കേണ്ടതാണ്. നമുക്കിതിനെ പീസാക്കി നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. എന്താ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട്, മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നതിന് മുൻപ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ കോസ്റ്റ് കണക്കാക്കുക. മുൻകൂട്ടിക്കാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം മാനേജ്മെൻറ്റ്സ് സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻ്റ് ഓപ്പറേഷൻ. അല്ലേ, മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻ്റ് ഓപ്പറേഷൻ വെച്ച് എന്ത് ചെയ്യുക, മുൻകൂട്ടി കോസ്റ്റ് കണക്കാക്കുക. ആൻഡ് ദ റിലവൻറ്റ് നെസസറി എക്സ്പെൻഡിച്ചർ, അതിന് വേണ്ടി വരുന്ന റിലവൻ്റായിട്ട് വേണ്ടി വരുന്ന നെസസറി എക്സ്പെൻഡിച്ചർ കൂടി കണക്കിലെടുത്ത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇത് ICMIയുടെ ഡെഫിനേഷനാണ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റാണ്. ദെൻ ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ. അത് പ്രൊഡക്ഷന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഇറ്റ് റെപ്രസെൻറ്റ് ദ കോസ്റ്റ് ടു ബി ഇൻഗേർഡ് ടു പ്രൊഡ്യൂസ് എൻ ആർട്ടിക്കിൾ during a period under normal working condition. It is used as a yardstick against which actual cost can be compared. മനസ്സിലായാലോ? ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് പണിയാണ്. ആ ബിൽഡിങ് പണിയാൻ നമ്മൾ 20 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചിലവ് വന്നത്? നമ്മളതിൻ്റെ ഓരോ യൂണിറ്റിനും എത്ര യൂണിറ്റ് വരും, അതിന് എത്ര കല്ല് വരും, സിമൻറ്റ് വരും, മണൽ വരും എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് മെഷർ ചെയ്തു. എന്നിട്ട് മനസ്സിലാക്കി ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ റേറ്റ് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി 20 ലക്ഷം രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നു നമ്മൾ. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് അത് മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് വേണം, സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ആവശ്യമാണ്. അല്ലേ, സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലതായിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അങ്ങനെ തോന്നിയ പോലെയുള്ള ഒരു മെത്തേഡ് എടുത്താൽ പോരാ. അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡ് ഉണ്ടാവണം. സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡ് വെച്ച് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കണം. മുൻകൂട്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻകൂട്ടി അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അല്ലേ, ഇതിനെന്ത് ചെയ്യണം, അത് സ്റ്റാൻഡേർഡൈസ്ഡ് അതായത് വർക്കിംഗ് കണ്ടീഷൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കറെ വെച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പെൻ ഉണ്ടാക്കുന്നതിന് കോസ്റ്റ് 2 രൂപയാണ് വരിക എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, വരിക എന്ന് പറയാൻ പറ്റില്ല. ഒരു പെൻ ഉണ്ടാക്കുന്നതിന് കോസ്റ്റ് 2 രൂപയാണെന്ന് വിചാരിക്കുക. അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ, നമുക്ക് 2 തരത്തിൽ അതിനെ നോക്കാം. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് 1 രൂപ 90 പൈസയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അയാൾ വളരെ എഫിഷ്യൻ്റാണ്. അല്ലേ, അതേസമയം എഫിഷ്യൻസി കുറഞ്ഞ ഒരാൾ ഉണ്ടാക്കുന്ന സമയത്ത് 3 രൂപ വരെ കോസ്റ്റ് വരുന്നു. അപ്പോൾ 1 രൂപ 90 പൈസയ്ക്ക് ഉണ്ടാക്കുന്ന ആളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ റേറ്റ് സ്റ്റാൻഡേർഡായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും എഫിഷ്യൻ്റ് അല്ല. 3 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡായിട്ട് വെക്കാൻ പറ്റില്ല. അത് അത്രയും മോശമാവില്ല എല്ലാവരും. അപ്പോൾ നമ്മൾ 2 രൂപ 20 പൈസ ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് കണക്കാം. ഒരു ആവറേജ് എഫിഷ്യൻസി ഉള്ള ആളെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യാൻ. എന്തോ ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ദ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ യാർഡ്സ്റ്റിക് ടു മെഷർ ദ ആക്ച്വൽ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് അളക്കാനുള്ള ഒരു അളവുകോലായിട്ട്, യാർഡ്സ്റ്റിക്കായിട്ട് എന്ത് ഉപയോഗിക്കുന്നു, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കുന്നു. ഇത്രയാണ് നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനുള്ളത്. നമുക്ക് എക്സാമ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം പറയാനുണ്ട്, നമുക്ക് പിന്നീട് പറയാം. അടുത്ത സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, their comparison with actual cost and analysis of variance to their causes and points of incidence. ICMIയുടെ ഡെഫിനിഷനാണ് കുട്ടികൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് ഒന്നുകൂടി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്.
അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ, പ്രിപ്പയർ ചെയ്യുക, സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അത് ഉപയോഗിക്കുക. പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ദെയർ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ കോസ്റ്റ്, അത് ആക്ച്വൽ കോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുക. ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസ്, എന്നിട്ട് എന്ത് ചെയ്യുക, വേരിയൻസ് അനലൈസ് ചെയ്യുക. ദെൻ എന്താണ്, ടു ദെയർ കോസസ് ആൻഡ് പോയിൻറ്റ്സ് ഓഫ് ഇൻസിഡൻസ്, അതിൻ്റെ കാര്യകാരണ സഹിതം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ഇതെല്ലാം അടങ്ങിയതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ദ, അല്ലെങ്കിൽ ഡിഫൈൻഡ് ആസ് ദ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, their comparison with the actual cost, and the analysis of variance to their causes and points of incidence. ഇത്രയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ദെൻ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക, അത് ഉപയോഗിക്കുക. 2 ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്യുക. 3 ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കൂടി എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. 4 അതിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് വേരിയേഷൻസ് ഉണ്ടാവും. ആ ഡീവിയേഷൻസ് ഉണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസത്തിന് നമ്മൾ എന്തായിട്ട് പറയുന്നു, വേരിയൻസ് എന്ന് പറയുന്നു, വേരിയൻസ്. ദെൻ അത് അനലൈസ് ചെയ്യുന്നു, എന്താണ് ഈ വ്യത്യാസം വരാനുള്ള കാരണം. അതിനെ നമ്മൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നു. വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാക്കുന്നു. വ്യത്യാസം മനസ്സിലാക്കി അത് എന്ത് ചെയ്യുന്നു, റെക്ടിഫൈ ചെയ്യുന്നു, അല്ലേ? ഇതിനെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റ് കൺട്രോൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റ് കൺട്രോൾ വിത്ത് ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക്ക് ഓഫ് കോസ്റ്റ് കൺട്രോൾ വിത്ത് ദ യൂസ് ഓഫ്, എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ച് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ടെക്നീക്കിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അല്ലേ? അത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, കമ്പാരിസൺ, അല്ലേ? കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ദെൻ എന്ത് ചെയ്യുക, അനാലിസിസ് ഓഫ് ഡീവിയേഷൻസ് ഓർ വേരിയേഷൻസ്, ദെൻ എന്ത് ചെയ്യുക, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ടു കൺട്രോൾ ദ ഫാക്ടേഴ്സ് ലീഡിങ് ടു ദ ഡീവിയേഷൻസിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് വരുത്താവുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അത് കറക്റ്റ് ചെയ്യുക. കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ബ്രിങ് ദ ലൈറ്റ് ദ വേസ്റ്റേജസ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ഇൻ ടൈം സോ ദാറ്റ് കറക്റ്റീവ് ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ വിത്തൗട്ട് ഡിലേ. സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡും ആക്ച്വലും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ ഇൻഎഫിഷ്യൻസീസിൻ്റെയും വേസ്റ്റേജസിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സൂചികകളാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആക്ഷൻസ് എടുക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു കീപ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിത്തിൻ ലിമിറ്റ്സ് ആൻഡ് ദെർബൈ ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടെത്തിക്കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അല്ലേ? സ്വാഭാവികമായിട്ടും അതിലപ്പുറത്തേക്ക് കോസ്റ്റ് കടക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. എഫിഷ്യൻസി എപ്പോഴും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്? ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, ഒരു പെൻ ഉണ്ടാക്കുന്നതിന് കോസ്റ്റ് വരുന്നത് 5 രൂപയാണ്. 5 രൂപയാണ് കോസ്റ്റ് വരുന്നതെന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമുല അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് കണ്ടെത്തി. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ നോർമൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നോർമലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേനയ്ക്ക് വരുന്ന കോസ്റ്റ് 5 രൂപയാണ്, അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് കോസ്റ്റ് 5 ഫിക്സ് ചെയ്തു. 5-നേക്കാൾ താഴെ വരികയാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ആണ്, ഹൈ പെർഫോമൻസ് ആണ്, ഹൈ എഫിഷ്യൻസിയാണ്. 5-നേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ നമ്മളതിന് കണക്ക് വയ്ക്കുന്നു, അല്ലേ? ഒരു 5 രൂപ 5 പൈസ അല്ലെങ്കിൽ 10 പൈസയുടെ താഴെ വരെ വരികയാണെങ്കിൽ നോ പ്രോബ്ലം, ചെറിയ ഡീവിയേഷൻസ് ആണ്, അത് കണക്കിലെടുക്കേണ്ടതില്ല.
അതിനേക്കാൾ കൂടുതലാണ് 6 രൂപ 6.5 രൂപയൊക്കെ വന്നു. അവിടെ ഡീവിയേഷൻസ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട്, വേരിയൻസ് ഉണ്ട്. വൈ അല്ലേ? എന്താണ് ആ വ്യത്യാസം വരാനുള്ള കാരണം? അതിന് നമ്മൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നു. വേരിയൻസ് എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വേരിയൻസ് അനലൈസ് ചെയ്ത് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക, അത് കൺട്രോൾ ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു, നമ്മൾ ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്തു, ദെൻ കമ്പയർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വിത്ത് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു അളവുകോലാണ്. ആക്ച്വൽ കോസ്റ്റ് അളക്കാനുള്ള ഒരു അളവുകോലാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അത് കമ്പയർ ചെയ്തു. വേരിയേഷൻസ് ഡീവിയേഷൻസ് മനസ്സിലാക്കി, അത് അനലൈസ് ചെയ്തു, കാര്യം കണ്ടുപിടിച്ചു, റെക്ടിഫൈ ചെയ്തു. ഇതെല്ലാം അടങ്ങുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ നിന്ന് വരേണ്ടതാണ്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ സിലബസിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഡെഫിനേഷൻ എന്താണ്, ഇതൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്താണ് വേരിയൻസ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇനിയും ഈ ചാപ്റ്ററിൽ കുറച്ചധികം ടോപ്പിക്ക് നമുക്ക് എടുക്കാനുണ്ട്. തിയറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും കൂടി തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം, അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കണം. സ്റ്റെപ്സ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റെപ്പും ഉണ്ട്, എങ്കിലും അതിൻ്റെ സ്റ്റെപ്പ് പഠിക്കണം. പിന്നെ അത് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ ഏതാണ്, ഡിഫറെൻറ്റ് വേരിയൻസ് ഏതാണെന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു.